ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൺസ്ക്രീൻ ആൻഡ് ഐ റിലേറ്റഡ് ഡൗട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ്, ഡു വി റിയലി നീഡ് സൺസ്ക്രീൻ അറൗണ്ട് അവർ ഐസ്? നമ്മളെപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരു യൂഷ്വൽ അപ്ലിക്കേഷൻ പാറ്റേൺ ഉണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ ചീക്ക്, ഫോർഹെഡ്, ചിൻ ഏരിയാസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ ഈ ഒരു ഐബോൾ ഏരിയ, ഐലിഡ് ഏരിയ നമ്മളെപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ കുറച്ച് ഒന്ന് പേടിക്കുന്ന ഒരു ഏരിയയാണ്. കാരണം ആ ഒരു ഏരിയയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു അസ്വസ്ഥത, റെഡ്നെസ്, നീറ്റൽ, വെള്ളം വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. ശരിക്കും നമുക്ക് ആ ഒരു ഏരിയയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? യെസ്. നമ്മളെ ബോഡിയിൽ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മളെ ഈ ഒരു ഐലിഡ് ഏരിയാസിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈസിലി നമുക്ക് സ്കിൻ ക്യാൻസേഴ്സ് ഒക്കെ ലിഡ് ഏരിയാസിൽ വരാനുള്ള ചാൻസ് വളരെ കോമൺ ആണ്. കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് റീഫ് ബേസ്ഡ് സൺസ്ക്രീൻസും അവൈലബിൾ ആണ്. മിനറൽ ബേസ്ഡ് ആയിട്ട് നമുക്ക് മാർക്കറ്റ്സിൽ ഈസിലി അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് റീഫ് ബേസ്ഡ് സൺസ്ക്രീൻസ്. ഇത് നമ്മളെ കെമിക്കൽ ബേസ്ഡ് സൺസ്ക്രീനിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ, കമ്പാരിറ്റീവ്ലി നമ്മൾ കെമിക്കൽ ബേസ്ഡ് സൺസ്ക്രീനിനേക്കാളും ഒന്നും കൂടെ നമ്മളെ ലാസ്റ്റിങ്ങും അതുപോലെ തന്നെ നമ്മളെ കണ്ണിലോട്ട് ഒലിച്ചിറങ്ങാൻ, മൈഗ്രേറ്റ് ആവാനുള്ള ചാൻസും റീഫ് ബേസ്ഡ് സൺസ്ക്രീനിൽ വളരെ കുറവാണ്. ലൈക്ക് നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ സ്വിമ്മിങ്ങിൻ്റെ ടൈമിലാണെങ്കിലും അത് കണ്ണിലോട്ട് മൈഗ്രേറ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബട്ട് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഐബോൾ പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് തന്നെ റീഫ് ബേസ് സൺസ്ക്രീൻ ആയിരിക്കും നമുക്ക് അറൗണ്ട് ഐസിൽ ഒന്നും കൂടെ നമുക്ക് ഈസി ആയിട്ട് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ. സോ ഓൾവേസ് ഗോ ഫോർ മിനറൽ ബേസ് സൺസ്ക്രീൻ ഫോർ എ ഡെലിക്കേറ്റ് സ്കിൻ. മാത്രമല്ല, നമ്മൾ കെമിക്കൽ ബേസ്ഡ് സൺസ്ക്രീനിൽ വരുന്ന ഏവോ ബെൻസോൺ, ഓക്സി ബെൻസോൺ ആൻഡ് ഒക്ടിനോട്ടിക് കണ്ടൻസ് ആണ് നമ്മളെ കണ്ണിന് കൂടുതൽ സ്റ്റിങ്ങിങ് സെൻസേഷൻ, റെഡ്നെസ് അല്ലെങ്കിൽ വാട്ടറിങ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിട്ട് വരുന്നത്. സോ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിന്നിൽ എപ്പോഴും മിനറൽ ബേസ്ഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഒരു ഡൗട്ടാണ്, സൺസ്ക്രീൻ കണ്ണിൻ്റെ അകത്തോട്ട് ആയിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. സോ ആ ടൈമിൽ നമ്മൾ കൂടുതൽ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമൽ ഒരു ക്ലിയർ വാട്ടർ വെച്ച് നമ്മൾ കണ്ണ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ കണ്ണിൽ നിന്ന് പോവും. എന്നിട്ടും നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ടിയർ ഡ്രോപ്സ് ഓർ എനി അതർ കൈൻഡ് ഓഫ് ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ്. എന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ കണ്ണിന് ഐസിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഐസിന് വേണ്ടി മാത്രം നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓൾ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സെയിം സൺസ്ക്രീൻ തന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് പറയാനുള്ളത്, സൺസ്ക്രീൻ യൂസ് ചെയ്തത് കൊണ്ട് മാത്രം നമ്മളെ കണ്ണ് ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആവുന്നില്ല. അതിൻ്റെ കൂടെ നമ്മൾ സൺഗ്ലാസും കൂടെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒന്നും കൂടെ യൂസ് ഉണ്ടാവുകയുള്ളൂ. സോ ഓൾവേസ് നമ്മൾ കണ്ണിനെ എപ്പോഴും UV റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. താങ്ക് യു.